ഇന്നത്തെ എൻ്റെ മൈൻഡ് ബ്രേക്ക്ഫാസ്റ്റ്, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ സ്വന്തം കുറവുകളെ ഓർത്തും അല്ലെങ്കിൽ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്തും നമ്മുടെ ഇടയിൽ വിലപിക്കുന്നവരായി ധാരാളം പേരെ കണ്ടിട്ടുണ്ട് അല്ലേ? ആരും ഒരുപോലെ ആവണം എന്ന് ശ്രമിച്ചാൽ നടക്കില്ല. എല്ലാവരും വ്യത്യസ്തമാണെന്നാണല്ലോ നാം പഠിച്ചതും. എവരി പേഴ്സൺ ഈസ് യുണീക്ക്. നമുക്ക് ഒരു കഥ കേട്ടാലോ? ഒരിടത്ത് ഒരു കാക്ക വളരെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും കഴിഞ്ഞു പോവുകയായിരുന്നു. ഇതിനിടയിലാണ് കാക്ക അതിമനോഹരിയായ ഒരു അരയന്നത്തെ കാണാനിടയായത്. അരയന്നത്തെ കണ്ടപ്പോൾ മുതൽ കാക്കയ്ക്ക് തന്നോട് തന്നെ ഒരു പുച്ഛം തോന്നാൻ തുടങ്ങി. വളരെ മനോഹരമായ വെളുത്ത നിറമാണല്ലോ അരയന്നത്തിന്, തനിക്കാണെങ്കിലോ കറുത്ത നിറവും. കാക്ക ചിന്തിച്ചു, ഏറ്റവും സുന്ദരിയും സന്തോഷമുള്ളവളും ഈ അരയന്നം തന്നെ ആയിരിക്കും. കാക്ക അരയന്നത്തിനോട് തന്നെ ചോദിക്കാനും തീരുമാനിച്ചു. അപ്പോൾ അരയന്നം പറഞ്ഞു, ഞാൻ എൻ്റെ സൗന്ദര്യത്തിൽ അതിയായി സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനിടയ്ക്കാണ് ഞാൻ മനോഹരിയായ ഒരു തത്തയെ കാണാനിടയായത്. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, എന്നേക്കാൾ സൗന്ദര്യം ആ തത്തയ്ക്കാണെന്ന്. ഇത് കേട്ടതും കാക്ക തത്തയെ തേടി യാത്രയായി. തത്തയെ കണ്ടെത്തിയപ്പോൾ കാക്ക ചോദിച്ചു, അതിമനോഹരമായ നിറങ്ങളുള്ള നിങ്ങൾ തന്നെയല്ലേ ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ളവർ? അപ്പോൾ തത്ത പറഞ്ഞു, ഞാനും അങ്ങനെയാണ് കരുതിയിരുന്നത്, ഒരു മയിലിനെ കാണുന്നത് വരെ. അനേകം നിറങ്ങളുള്ള മയിലാണ് എന്നേക്കാൾ സുന്ദരി. ഇത് കേട്ടതും കാക്ക മയിലിനെ തേടി യാത്രയായി. പക്ഷേ എത്ര അന്വേഷിച്ചിട്ടും മയിലിനെ കണ്ടെത്താനായില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു മൃഗശാലയുടെ മുകളിലൂടെ പോകുമ്പോൾ അതാ പീലി വിടർത്തി മനോഹരമായി നൃത്തം ചെയ്യുന്ന മയിലിനെ കാണാനിടയായി. അതിനു ചുറ്റും കുറേ ആളുകൾ തടിച്ചു കൂടിയിട്ടുമുണ്ട്. എന്നാൽ തിരക്കൊഴിഞ്ഞപ്പോൾ കാക്ക മയിലിന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, നീ എത്ര സുന്ദരമായി നൃത്തം ചെയ്യുന്നു, മനോഹരമായി ചിറകുകളും, നിന്നെ കാണാൻ എന്തൊരു ഭംഗിയാണ്. മാത്രമല്ല നിന്നെ കാണാൻ എത്ര ആളുകളാണ് വരുന്നത്, എന്നാൽ എന്നെ കാണുമ്പോഴേക്കും ആളുകൾ ആട്ടിയോടിക്കും. അപ്പോഴാണ് മയിൽ പറയുന്നത്, എൻ്റെ ഭംഗി കാരണം ഞാൻ ഒരുപാട് അഹങ്കരിച്ചിരുന്നു. മാത്രമല്ല ഭംഗി കാരണം ഞാൻ ഈ കൂട്ടിലുമായി. ഞാൻ ഇവിടെയൊക്കെ ശ്രദ്ധിച്ചു, എല്ലാ തരത്തിലുള്ള പക്ഷികളും ഉണ്ട് ഇവിടെ, നീ ഒഴിച്ച്. നിന്നെ പോലെ എത്ര സ്വാതന്ത്ര്യത്തോടെ പറക്കാനും ചുറ്റിക്കറങ്ങാനും കഴിയുന്ന ഒരു കാക്കയായിരുന്നെങ്കിൽ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മളും പലപ്പോഴും ഈ കാക്കയെ പോലെ അനാവശ്യമായി മറ്റുള്ളവരെ താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ സമാധാനവും സന്തോഷവുമല്ലേ നഷ്ടമാകുന്നത്? മൃഗശാലയിൽ നിന്ന് രക്ഷപ്പെടാൻ കാക്കയുടെ അഭംഗി ഒരു കാരണമായതുപോലെ പലപ്പോഴും നമ്മുടെ കുറവുകളെന്നു കരുതുന്ന പല കാര്യങ്ങളും നന്മയ്ക്കായി കാരണമാവുകയും ചെയ്യും. നമ്മുടെ കഴിവുകളെക്കുറിച്ചും നമുക്ക് ലഭിച്ച നന്മയെക്കുറിച്ചും നന്ദിയോടെ ഓർക്കുക. തനിക്കുള്ള കഴിവിൽ അഭിമാനിച്ച് തൻ്റേതായ ഒരു ഇടം കണ്ടെത്തി തൻ്റെ ഇടത്തോടെ ജീവിക്കാൻ പഠിക്കാനാണ് നമ്മുടെ സാറും നമ്മെ പഠിപ്പിക്കുന്നത് അല്ലേ? എല്ലാ കുറവുകളെയും കഴിവുകളാക്കി മാറ്റാനും ശ്രമിക്കുക. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് സ്നേഹത്തോടെ